എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ പ്രിയ. ഇന്ന് നിങ്ങളെ മാർബിൾ ഹോംസ് പരിചയപ്പെടുത്തുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാടിന് വളരെ അടുത്തായിട്ടാണ്. ഇൻഫോ പാർക്കിലേക്ക് പോകുന്ന റൂട്ടിൽ തന്നെയാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിന്ന് നിങ്ങൾക്ക് നേരെ നോക്കുമ്പോൾ ബസ് റൂട്ട് കാണാം. അവിടെ ഒരു കാർ കിടക്കുന്നുണ്ട്. അതിന്റെ തൊട്ട് ബാക്കിൽ കാണുന്നത് ബസ് റൂട്ടാണ്. ഒരുപാട് ബസ്സുകൾ പാസ് ചെയ്ത് പോകുന്ന ബസ് റൂട്ടാണ്. അപ്പോൾ വെറും വാക്കബിൾ ഡിസ്റ്റൻസ് 50 മീറ്റർ വാക്കബിൾ ഡിസ്റ്റൻസ് ഉള്ളൂ. മെയിൻ ആയിട്ടുള്ള ജംഗ്ഷനിലേക്ക് എത്തണമെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 800 മീറ്ററുമാണ് ദൂരം വരുന്നത്. നിറയെ വില്ലകളൊക്കെ ഉള്ള നല്ലൊരു വില്ല പ്രൊജക്ടിനകത്തുള്ള ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റി ആണ് നമുക്ക് വേണമെങ്കിൽ ഇതിനെ വിളിക്കാം. കാരണം ഈ കാണുന്ന വില്ലകളിലേക്കുള്ള വഴി മാത്രമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്യാവശ്യത്തിന് നല്ല വീതിയുള്ള വഴി തന്നെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്ന ഈ ഒരു വില്ലയുടെ ഫ്രണ്ടിലൂടെ കടന്നു പോകുന്നത്. നല്ല രീതിയിൽ വളരെ ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്ന ഇന്റീരിയറും എക്സ്റ്റീരിയറും ഒക്കെ ചെയ്തിരിക്കുന്ന ഒരു വീടിന്റെ വിശേഷങ്ങളാണ് ഇന്ന് മാർബിൾ ഹോംസിലൂടെ നിങ്ങൾ പരിചയപ്പെടാൻ പോകുന്നത്. വീടിന്റെ എലിവേഷൻ നിങ്ങൾ കണ്ടതാണ്. എങ്കിലും ഞാൻ ജസ്റ്റ് ഒന്ന് സ്ഥലങ്ങൾ പരിചയപ്പെടുത്തുമ്പോഴേക്ക് നിങ്ങൾ ഒന്നുകൂടെ കണ്ടോളൂ. നമുക്ക് ഇവിടെ നിന്ന് കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് വെറും 6.6 കിലോമീറ്റർ ആണ് ദൂരം വരുന്നത്. ഇടപ്പള്ളി ലുലു മാളിന്റെ ഭാഗത്തേക്ക് പോകണമെങ്കിൽ 11 കിലോമീറ്ററും ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് പോകണമെങ്കിൽ 19 കിലോമീറ്ററുമാണ് ഡിസ്റ്റൻസ് വരുന്നത്. ഹോസ്പിറ്റലുകളൊക്കെ നോക്കുവാണെങ്കിൽ നമുക്ക് സീപോർട്ട് എയർപോർട്ട് റോഡിലേക്ക് എത്തുവാണെങ്കിൽ സൺറൈസ് ഹോസ്പിറ്റൽ വളരെ അടുത്താണ്. അതുപോലെ സ്കൂളുകൾ നോക്കുവാണെങ്കിൽ നൈപുണ്യ സ്കൂള്, ഭാരത്മാതാ കോളേജ്, ഇതെല്ലാം നമുക്ക് ഈ വീട്ടിൽ നിന്നും വെറും ഏകദേശം 5-5.5 കിലോമീറ്റർ മാത്രമുള്ള ഡിസ്റ്റൻസിൽ എളുപ്പത്തിൽ എത്തിപ്പെടാവുന്നതാണ്. വീടിന്റെ എലിവേഷൻ കണ്ടതുകൊണ്ട് വീണ്ടും ഞാൻ ഇത് സംസാരിച്ച് നിങ്ങളെ ബുദ്ധിമുട്ടിലാക്കുന്നില്ല. നമുക്ക് ഇതിന്റെ മതിൽ നോക്കാം. നല്ല ഭംഗിയായിട്ടുള്ള ടെക്സ്ചർ വർക്ക്, ബ്രിക്ക് മോഡലുള്ള ടെക്സ്ചർ വർക്കാണ് കൊടുത്തിരിക്കുന്നത്. അതുകൂടാതെ GA പൈപ്പിന്റെ വർക്കുകളും വരുന്നുണ്ട്. നമ്മുടെ വീടിന്റെ എലിവേഷനിലും ഈ ഒരു ബ്രിക്ക് മോഡൽ വർക്കുകൾ വരുന്നത് തന്നെ ഇതിന്റെ ആ ഒരു എലിവേഷൻ എന്തുകൊണ്ട് നമ്മുടെ കണ്ണിലേക്ക് പെട്ടെന്ന് അട്രാക്റ്റീവായി തോന്നുന്ന രീതിയിലാണ്. ഭംഗിയുള്ള വർക്കുകളൊക്കെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. മുകളിലൊക്കെ A ഷേപ്പ് വന്നിട്ടുണ്ട്. അവിടെയാണെങ്കിലും നല്ല രീതിയിലുള്ള ഡിസൈനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്കിനി വീടിന്റെ മതിൽ കണ്ടു. ഇനി ഗേറ്റ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഗേറ്റ് വന്നിട്ട് നല്ലൊരു ഡിസൈനിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഒരു സൈഡ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് സ്ലൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ ഒരു സൈഡ് വന്നിട്ട് ഫോൾഡ് ചെയ്യാവുന്ന രീതിയിലുമാണ് കൊടുത്തിരിക്കുന്നത്. മെയിൻ 2 പില്ലറുകളിൽ വന്നിട്ട് 2 ലാമ്പാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഗേറ്റ് തുറന്ന് ഇങ്ങോട്ട് നേരെ കയറി വരുന്നത് ഫുള്ളി കവേർഡ് ആയിട്ടുള്ള ഒരു കാർ പോർച്ചിലേക്കാണെന്ന് പറയാം. നമ്മുടെ മെയിൻ കാർ പോർച്ച് കംപ്ലീറ്റ് ആയിട്ട് തന്നെ PVC പാനലിംഗ് കൊടുത്ത് കവർ ചെയ്തിട്ട് വലിയ LED ബൾബുകളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ഒന്നാമത്തെ കാർ പാർക്ക് ചെയ്യാവുന്ന സ്പേസ് നമുക്ക് ഇവിടെയാണ് കിട്ടുന്നത്. ഭംഗിയായിട്ടുള്ള ടൈലാണ് ഇവിടെ വിരിച്ചിരിക്കുന്നത്. അതുകൂടാതെ ഈ ഒരു പോർഷനിലേക്കൊക്കെ വരുമ്പോൾ മിഡിൽ പോർഷനിൽ നമ്മൾ നടന്നു കയറുന്ന ആ ഒരു പാസേജിന്റെ ഭാഗത്ത് കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു വർക്കുമാണ് ഫ്ലോറിൽ കൊടുത്തിരിക്കുന്നത്. രണ്ടാമത്തെ കാർ നമുക്ക് ഇവിടെയാണ് പാർക്ക് ചെയ്യാൻ കഴിയുന്നത്. അതിന്റെ ഏകദേശം 3/4 ഭാഗത്തോളം തന്നെ കവർ ചെയ്തിട്ടുണ്ട്. 1ഉം 2ഉം കാറുകൾക്ക് വളരെ സേഫ് ആയിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. രണ്ടാമത്തെ കാർ പാർക്ക് ചെയ്യുന്ന സ്പേസ് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ വീടിന്റെ ബാക്കിലേക്ക് പോകുമ്പോൾ മതിലിലൊക്കെ ആയിട്ട് ചെറിയ സ്പോട്ട് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡിലേക്കും ഫ്ലോറിംഗ് കംപ്ലീറ്റ് ആയിട്ട് ടൈലാണ് വിരിച്ചിരിക്കുന്നത്. ഈ ഏരിയ എൻഡ് ചെയ്യുന്നത് വർക്ക് ഏരിയയുടെ അവിടെയാണ്. ഒന്നാമത്തെ കാർ പാർക്ക് ചെയ്യുന്ന പോർച്ചിന്റെ സൈഡിലൂടെ നോക്കിയാലും ഇതുപോലെ നമുക്ക് ആളുകൾക്ക് കടന്നു പോകാൻ നല്ല വിട്ടൊക്കെ ഇട്ടിട്ടുകൊണ്ടാണ് സ്പേസ് ചെയ്തിരിക്കുന്നത്. അവിടുത്തെ ആ ഒരു ഏരിയ ചെന്ന് എൻഡ് ചെയ്യുന്നത് നമ്മളുടെ വർക്ക് ഏരിയയുടെ സ്പേസിൽ തന്നെയാണ്. സോ 2 സൈഡിൽ നല്ല രീതിയിൽ സെറ്റ് ബാക്ക് കൊടുത്തിട്ടാണ് വീട് ചെയ്തിരിക്കുന്നത്. ഇവിടത്തേക്കുള്ള ഡ്രിങ്കിങ് വാട്ടറിനുള്ള സോഴ്സ് നോക്കുവാണെങ്കിൽ നല്ലൊരു കിണറുണ്ട്. നമുക്ക് ആ കിണറിലെ വെള്ളം വന്ന് സ്റ്റോറേജ് ചെയ്യാനായിട്ട് നല്ല രീതിയിൽ സ്റ്റോറേജ് കപ്പാസിറ്റി ഉള്ള ഒരു ടാങ്കുമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മറ്റൊരു ഓപ്ഷൻ നോക്കുവാണെന്നുണ്ടെങ്കിൽ KWയുടെ വാട്ടർ ആണ് നമുക്ക് ഇവിടെ ഉള്ളത്. സോ 2 തരത്തിലുള്ള വാട്ടറുകളാണ് നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് വീടിന്റെ സിറ്റ് ഔട്ടിലാണ്. സിറ്റ് ഔട്ടിന്റെ പില്ലർ നോക്കുവാണെങ്കിൽ 3/4 ഭാഗത്തോളം ക്ലാഡിംഗ് സ്റ്റോൺസിന്റെ വർക്കുകൾ വരുന്നുണ്ട്. ഇവിടെ ഗ്രാനൈറ്റ് ആണ് വിരിച്ചിരിക്കുന്നത്. നമുക്കൊരു ചെയർ ഇടാനുള്ള ഒരു ചെറിയ ഒതുങ്ങിയ ഒരു സിറ്റ് ഔട്ട് ആണ് ഇവിടെ കിട്ടുന്നത്. വീടിന്റെ മെയിൻ ഡോർ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മരത്തിന്റെ വർക്കുകളൊക്കെ നോക്കുവാണെങ്കിൽ ആഞ്ഞിലിയിലും മഹാഗണിയിലും ഒക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. മെയിൻ ഡോർ നല്ല വീതിയുള്ള കട്ടളപ്പടിയിൽ ഭംഗിയുള്ള ഡിസൈനിലാണ് ചെയ്തിരിക്കുന്നത്. നോർത്ത് ഫേസിംഗ് ആയിട്ടാണ് വീട് ചെയ്തിരിക്കുന്നത്.
വടക്കു ഭാഗത്തേക്കാണ് വീടിന്റെ മെയിൻ ഡോറിന്റെ ദർശനം വരുന്നത്. നമുക്ക് അകത്ത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ വന്ന് നിൽക്കുന്നത് ഇവിടുത്തെ ലിവിംഗ് സ്പേസിലാണ്. ഇവിടുത്തെ ഇന്റീരിയർ വർക്കുകൾ ഞാൻ എടുത്തു പറഞ്ഞതിനേക്കാൾ കൂടുതൽ നിങ്ങൾ വീഡിയോയിൽ കണ്ടു തന്നെ മനസ്സിലാക്കുക. വളരെ ഭംഗിയായിട്ടും വളരെ അട്രാക്റ്റീവ് ആയ രീതിയിലും എവിടെ തിരിഞ്ഞു നോക്കിയാലും അവിടെ എല്ലാം വർക്കുകൾ എന്ന് പറയുന്ന പോലെയാണ് ഇവിടെയുള്ള ഇന്റീരിയർ വർക്കുകൾ ചെയ്തിരിക്കുന്നത്. വളരെ ഭംഗിയായിട്ട് നമ്മുടെ കണ്ണിന് കുളിർമ നൽകുന്ന വർക്കുകളൊക്കെയാണ് ഇവിടെ. നിങ്ങൾ ഈ വീഡിയോയിലെല്ലാം തന്നെ കണ്ടോളൂ. നമുക്ക് ഇവിടുത്തെ വിൻഡോസ് നോക്കുവാണെങ്കിൽ നേരെ കയറി വന്നിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. ചെറുതും വലുതും ഒക്കെ ആയിട്ട് ഓപ്പൺ ചെയ്യാവുന്ന ഒരുപാട് വിൻഡോസ് ആണ് കൊടുത്തിരിക്കുന്നത്. പുറത്തേക്കുള്ള പ്രൊജക്ഷൻ ഭാഗങ്ങളൊക്കെ മൾട്ടിവുഡ് കൊണ്ട് ഭംഗിയായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഈ ഒരു കോർണർ ഭാഗത്തൊക്കെ മൾട്ടിവുഡിന്റെ നല്ല രീതിയിലുള്ള വർക്കുകൾ വരുന്നുണ്ട്. 2 സിംഗിൾ വിൻഡോസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഈ കാണുന്ന ബോളിലൊക്കെ നോക്കിയാൽ കാണാം വളരെയധികം വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് മെയിൻ ആയിട്ട് TV വെക്കാനുള്ള യൂണിറ്റ് വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. TV യൂണിറ്റിനായിട്ട് നല്ല രീതിയിലുള്ള അറേഞ്ച്മെന്റ് തന്നെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. പറഞ്ഞു തീർക്കാൻ പറ്റില്ല, കണ്ടു തന്നെ നിങ്ങൾ തീർക്കുക, അതുപോലുള്ള വർക്കുകളാണ് ഇവിടെ വരുന്നത്. മെയിൻ ആയിട്ട് TV വെക്കാനുള്ള ബോർഡിന്റെ പോർഷൻ വന്നിട്ട് വൈറ്റ് കളറും അതിന്റെ ബാക്ക്ഗ്രൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് PVC പാനലിംഗും ആണ് കൊടുത്തിരിക്കുന്നത്. മുകളിലൊക്കെ നോക്കുവാണെങ്കിലും കാണാം സ്പോട്ട് ലൈറ്റുകളും LED ബൾബുകളും ഒക്കെ ധാരാളം കൊടുത്ത് പാനലിംഗ് വർക്കുകൾ വരുന്നുണ്ട്. ഒരുപാട് ഭംഗിയുള്ള വർക്കുകളാണ് ചെയ്തിരിക്കുന്നത്. TV യൂണിറ്റിന്റെ ഇരിക്കുന്ന ഈ ഭാഗത്തിന്റെ താഴെയൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ധാരാളം കബോർഡുകൾ, നമുക്ക് ക്ലോസ് ചെയ്യാവുന്ന കബോർഡുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെയൊക്കെ ആണെങ്കിൽ ആ ഗ്രീൻ ഗ്രാസ് ഒട്ടിച്ചിട്ടുണ്ട്. അതിനിടയിൽ പെബിൾസ് വെച്ചിട്ടുണ്ട്. ഭംഗിയുള്ള പ്ലാന്റ്സും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ലിവിംഗിൽ നമ്മൾ ഫ്ലോർ കണ്ടില്ല. ഫ്ലോർ നോക്കുവാണെങ്കിൽ വൈറ്റ് കളർ ടൈല് ഒരു ലൈറ്റ് ബ്ലാക്ക് ഡിസൈൻ മേർജ് ചെയ്യുന്ന കളറുള്ള ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ലിവിംഗിൽ നിന്ന് നമ്മൾ നേരെ ഡൈനിങ്ങിലേക്ക് വരുമ്പോൾ ആ എൻട്രൻസ് വരെ നോക്കിക്കോളൂ. വളരെ ഭംഗിയായിട്ടുള്ള വർക്കുകളോട് കൂടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. പ്ലാന്റ്സ് ഒക്കെ നല്ല ഹാങ് ചെയ്യുന്ന രീതിയിലുള്ള പ്ലാന്റ്സ് ആണ്. നല്ല രീതിയിൽ നല്ല എന്താ പറയാ നല്ലതായിട്ട് സെലക്ട് ചെയ്യാൻ അറിയുന്ന ആളുകൾ തന്നെയാണ് ഇന്റീരിയർ എല്ലാം തന്നെ ഇവിടെ ചെയ്തിരിക്കുന്നത്. ഡൈനിങ്ങിലേക്ക് നമ്മൾ എൻട്രി ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നേരെ മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് കാണാം. കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിട്ട് സേഫ് ആയിട്ട് കവർ ചെയ്തിരിക്കുന്ന സ്റ്റെയർ കേസ് ആണ് കൊടുത്തിരിക്കുന്നത്. ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ് അവിടെ വിരിച്ചിരിക്കുന്നത്. നമ്മൾ നേരെ ഡൈനിങ് ഹാളിലേക്കാണ് ഇപ്പോൾ വന്നു നിൽക്കുന്നത്. ഇവിടെ നിൽക്കുന്ന സമയത്തും 8 പേരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ള ഡൈനിങ് ഏരിയയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഇവിടെ ആയിട്ടാണ് 3 വിൻഡോസ് കൊടുത്തിരിക്കുന്നത്. മുകളിലേക്കുള്ള സ്റ്റെപ്പ് കയറി പോകുന്നതിന്റെ താഴെ ഭാഗത്ത് 2 ഡോറുകൾ വെച്ചിട്ട് കബോർഡായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇൻവെർട്ടർ വെക്കാനായിട്ട് നമുക്ക് ആ ഏരിയ യൂസ് ചെയ്യാവുന്നതാണ്. ഒരു ഇന്റേണൽ ഗാർഡൻ എന്ന് തന്നെ നമുക്ക് ഇതിനെ വിളിക്കാം. ഈ ഒരു ഭാഗം കംപ്ലീറ്റ് ആയിട്ട് ക്ലാഡിംഗ് സ്റ്റോൺസ് കൊണ്ടുള്ള ബാക്ക്ഗ്രൗണ്ട് കൊടുത്തിട്ട് മുകളിലും താഴെയൊക്കെ നല്ല രീതിയിൽ പ്ലാന്റ്സും ഫ്ലവേഴ്സും ഒക്കെ വളരെ ഭംഗിയായിട്ടാണ് ഈ ഒരു ഭാഗത്ത് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഡൈനിങ് സ്പേസിന്റെ റൂഫിൽ നോക്കിയാലും നല്ല രീതിയിലുള്ള വുഡൻ വർക്കുകൾ, പാനലിംഗ് വർക്കുകൾ, ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ വളരെ ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഡൈനിങ്ങിന്റെ ഈ ഒരു നമ്മളിവിടെ സ്പേസിൽ നിൽക്കുന്ന സമയത്ത് ഈ ഒരു ബോർഡ് നോക്കിയാലും കാണാം ബോർഡിലേക്ക് കുറച്ച് പകുതിയോളം ഭാഗത്തേക്ക് ഇറക്കിയിട്ടാണ് ഇതുപോലുള്ള വുഡൻ വർക്കുകൾ ചെയ്തിട്ട് ഭംഗിയുള്ള ചെറിയ പ്ലാന്റ്സ് ഒക്കെ അവിടെ വെച്ചിരിക്കുന്നത്. ഡൈനിങ് സ്പേസിന്റെ ഒരു ഭാഗം കവർ ചെയ്തിട്ടുണ്ട്. കവർ ചെയ്യാത്ത ഭാഗം നോക്കുവാണെങ്കിൽ ഏറ്റവും മുകളിലെ ടോപ്പാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. അവിടെ ഭംഗിയുള്ള ഷാൻഡിയർ ഹാങ് ചെയ്തിട്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഡൈനിങ് സ്പേസിൽ നിന്ന് ഇവിടെ നിന്നാണ് കിച്ചൺ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓപ്പൺ കിച്ചൺ ആണ്. നമുക്ക് ഇവിടെ താഴെ 2 ബെഡ്റൂമുകൾ കിട്ടുന്നുണ്ട്. താഴെ 2 ബെഡ്റൂമുകളാണ് ഇവിടെ വരുന്നത്. നമുക്ക് ഈ ഒരു ബെഡ്റൂമിലേക്ക് പോകാം. അതിന് മുമ്പായിട്ട് നമുക്ക് ഇവിടെ വാഷ് ഏരിയ കിട്ടുന്നുണ്ട്. അത് ഈ ഒരു ഭാഗത്താണ്. വാഷ് ഏരിയയുടെ ലെഫ്റ്റിലും റൈറ്റിലും ആയിട്ടാണ് 2 ബെഡ്റൂമുകൾ വരുന്നത്. വളരെ ഭംഗിയായിട്ട് തന്നെയാണ് വാഷ് ഏരിയയും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് ഒക്കെ വന്നിട്ട് വൈറ്റ് കളർ ടൈലാണ്. മെയിൻ ഈ ഒരു സിസ്റ്റം വന്നിട്ട് ഹിന്ദ് വെയറിന്റെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നല്ല ഗ്രീൻ ആൻഡ് ബ്ലൂ കളർ കോമ്പിനേഷനിലാണ് സിസ്റ്റം വെച്ചിരിക്കുന്നത്. മുകളിലൊക്കെ ആണെങ്കിലും നല്ല രീതിയിൽ ഹാങ്ങിങ് ലൈറ്റുകൾ, സ്പോട്ട് ലൈറ്റുകൾ എല്ലാം വരുന്നുണ്ട്. ബാക്ക്ഗ്രൗണ്ടിൽ മിറർ കൊടുത്തിട്ടുണ്ട്. എവിടെ നോക്കിയാലും ചെറിയ ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ നമുക്ക് കാണാം. ഏറ്റവും താഴെയാണെന്നുണ്ടെങ്കിലും കബോർഡുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിന്റെ താഴെയും വന്നിട്ട് ഗ്രീൻ ഗ്രാസ് ഒക്കെയാണ് വിരിച്ചിരിക്കുന്നത്. ഈ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോകുന്നതിന്റെ ഈ ഒരു ഭാഗത്ത് ഞാൻ നിൽക്കുന്ന ഏരിയ നോക്കിയാൽ കാണാം. ഇവിടെ നമുക്ക് ആക്ച്വലി ഒരു ഫ്രീ സ്പേസ് ആണ്. പക്ഷെ ഇതാണെങ്കിൽ പോലും വളരെ മനോഹരമായിട്ടാണ് മൾട്ടിവുഡിന്റെ വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും കൊണ്ട് മനോഹരമാക്കിയിരിക്കുന്നത്. നമുക്കിനി ഇവിടുത്തെ ബെഡ്റൂമുകൾ കാണാം. ഈ ഒരു വാഷ് ഏരിയയുടെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഒന്നാമത്തെ ബെഡ്റൂം വരുന്നത്. കമ്പാരിറ്റീവ്ലി ഇതൊരു ചെറിയ ബെഡ്റൂം ആയിട്ടാണ് ഫസ്റ്റ് ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. വാസ്തുപരമായിട്ടൊക്കെ നോക്കിയിട്ടാണ് പല കാര്യങ്ങളും ഇവിടെ ചെയ്തിരിക്കുന്നത്. ഈ ബെഡ്റൂമിന്റെ ഒരു സൈസ് നോക്കുവാണെങ്കിൽ 10x10 ഫീറ്റിലാണ് ചെയ്തിരിക്കുന്നത്. 10 അടി നീളവും 10 അടി ലെങ്ത്തിലുമാണ് ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ട് നമുക്ക് 3 വിൻഡോസ് കാണാൻ പറ്റുന്നുണ്ട്. വാർഡ്രോബ് നോക്കുവാണെങ്കിൽ ഈ ഒരു ഭാഗത്തായിട്ടാണ് ചെയ്തിരിക്കുന്നത്. വൈറ്റ് കളറും വുഡ് കളറും കൂടെ മിക്സ് ചെയ്തിട്ടാണ്. ഡ്രസ്സിംഗ് ടേബിൾ കൂടി അതിന്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്.
റൂഫിലാണെന്നുണ്ടെങ്കിലും അത്യാവശ്യത്തിനുള്ള വർക്കുകളൊക്കെ വരുന്നുണ്ട്. നല്ല രീതിയിൽ LED ലൈറ്റ് ഫിറ്റിംഗ്സും കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഡോറിന്റെ പാറ്റേൺ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ബാത്റൂം നോക്കുവാണെങ്കിൽ ഫിറ്റിംഗ്സ് ഒക്കെ വന്നിട്ട് ഹിന്ദു വെയറിന്റെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ടൈലുകൾ നോക്കുവാണെങ്കിൽ വൈറ്റ് കളറിൽ ചെറിയൊരു ഡിസൈൻ വരുന്ന ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കുറച്ച് ഡെപ്തിലേക്കാണ് ബാത്റൂം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ വെള്ളമൊക്കെ കുത്തി ഒഴിച്ചാലും പുറത്തേക്ക് തെറിച്ചു വരാത്ത രീതിയിലാണ് അറേഞ്ച്മെന്റ് എല്ലാം തന്നെ കൊടുത്തിരിക്കുന്നത്. താഴെ 2 ബെഡ്റൂമുകൾ ഉള്ളതിൽ ഒരു ബെഡ്റൂമാണ് നമ്മളിപ്പോ കണ്ടു കഴിഞ്ഞത്. അത് കണ്ടിട്ട് നമ്മൾ വീണ്ടും ഡൈനിങ് സ്പേസിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഇവിടെ ആയിട്ടാണ് വാഷ് ഏരിയ വരുന്നത്. ഈ ഒരു കോർണർ ഭാഗത്തായിട്ടാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. മറ്റേ ബെഡ്റൂമിന്റെ സൈസ് ഞാൻ പറഞ്ഞു 10x10 ആണ്. ഈ ബെഡ്റൂം നല്ല വലുപ്പത്തിലാണ് ചെയ്തിരിക്കുന്നത്. 13x10 ഫീറ്റിലാണ് ഈ കാണുന്ന ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. ഇവിടെ 2 വിൻഡോസ് വരുന്നുണ്ട്. ആ ഭാഗത്ത് നല്ലൊരു മൾട്ടിവുഡിന്റെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ലൈറ്റ് ഫിറ്റിംഗ്സ് വരുന്നുണ്ട്. എല്ലാ റൂമുകളിലും പ്രോപ്പർ ആയിട്ട് എയർ ഹോൾസ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള 3 വിൻഡോസ് വന്നിട്ട് ഈ ഒരു ഭാഗത്താണ് കൊടുത്തിരിക്കുന്നത്. ഇവിടുത്തെ റൂഫിൽ നോക്കിയാലും കാണാം അത്യാവശ്യത്തിനുള്ള വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും LED സ്ട്രിപ്പുകളും കൊടുത്തിട്ടുണ്ട്. അത് കൂടാതെ തന്നെ ട്യൂബ് ലൈറ്റും എക്സ്ട്രാ നമുക്കൊരു ഷോ ലൈറ്റും കൂടി ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് വാർഡ്രോബ് വരുന്നത്. സെയിം കളറിലും പാറ്റേണിലും ഒക്കെ തന്നെയാണ്. ഇതിന്റെ കൂടെയും നമുക്ക് ഡ്രസ്സിംഗ് ടേബിൾ ഫെസിലിറ്റി അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാത്റൂം വരുന്നത്. ഇവിടെയും താഴേക്ക് ഇറങ്ങുന്ന രീതിയിൽ കുറച്ച് ഡീപ്പായിട്ട് തന്നെയാണ് ബാത്റൂം ചെയ്തിരിക്കുന്നത്. ബാത്റൂമിന്റെ ടൈല് നോക്കുവാണെങ്കിൽ കാണാം ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡിലെ കുറച്ച് ഡിസൈൻ ഒക്കെ വരുന്ന ടൈലാണ് വോളിലെല്ലാം തന്നെ കൊടുത്തിരിക്കുന്നത്. 2 ബാത്റൂം നമ്മൾ കണ്ടത് 2 നല്ല സൗകര്യത്തിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് കാണാനുള്ളത് ഇവിടുത്തെ കിച്ചൺ ആണ്. കിച്ചന്റെ എൻട്രൻസ് തന്നെ കണ്ടോളൂ, വളരെ ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു സൈഡിലൊക്കെ നോക്കിയാൽ മുകളിലൊക്കെ നിറയെ ഹാങ്ങിങ് ചെയ്തിട്ടുള്ള പ്ലാന്റ്സ് ഇട്ടിട്ടുണ്ട്. ഏറ്റവും ടോപ്പിൽ നോക്കിയാൽ ഹാങ്ങിങ് ലൈറ്റുകളും സ്പോട്ട് ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ടോപ്പ് വന്നിട്ട് നമുക്ക് വുഡൻ തന്നെയായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. കിച്ചന്റെ ഈ ഒരു എൻട്രൻസിൽ തന്നെ നോക്കിയാൽ കാണാം നമുക്ക് അവിടെ ഒരു ഷെൽഫ് ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ക്രോക്കറി ഐറ്റംസ് ഒക്കെ വെക്കാനായിട്ട് നമുക്ക് ഈ ഒരു ഷെൽഫ് യൂസ് ചെയ്യാവുന്നതാണ്. ലെങ്തി ആയിട്ടുള്ള ഒരു കിച്ചൺ ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. കിച്ചന്റെ അറ്റ്മോസ്ഫിയർ കംപ്ലീറ്റ് ആയിട്ട് വൈറ്റ് കളർ ആണ് ചെയ്തിരിക്കുന്നത്. കിച്ചന്റെ ടോപ്പ് സ്ലാബ് ആണെങ്കിലും ചുറ്റിനുമുള്ള വോളൊക്കെ നോക്കിയാലും വൈറ്റ് കളർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. കിച്ചൺ ക്യാബിനറ്റ്സ് ഒക്കെ ഒരു ഗ്രീൻ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ്. മുകളിലത്തെ പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് ഗ്രീൻ കളറും താഴെ കംപ്ലീറ്റ് ആയിട്ട് വൈറ്റ് കളറിലുമാണ് ഓപ്റ്റ് ചെയ്തിരിക്കുന്നത്. ഒരുപാട് ഷെൽഫുകളൊക്കെ ഓപ്പൺ ഷെൽഫുകളായിട്ടും കൊടുത്തിട്ടുണ്ട്. 3 വിൻഡോസ് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട്. സിങ്കും പൈപ്പ് കണക്ഷനും വരുന്നത് ഈ ഒരു സൈഡിലായിട്ടാണ്. കിച്ചന്റെ ഈ ഒരു ഓപ്പോസിറ്റ് സൈഡ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം അവിടെയും ചെറിയൊരു കബോർഡ് ഫെസിലിറ്റി പോലെ കൊടുത്തിട്ടുണ്ട്. അവിടെ നമുക്ക് അത്യാവശ്യത്തിന് സാധനങ്ങൾ സൂക്ഷിക്കാൻ അല്ലെങ്കിൽ ഭംഗിയുള്ള എന്തെങ്കിലും ഡെക്കറേറ്റീവ് ഐറ്റംസ് ഒക്കെ വെക്കാനായിട്ട് നമ്മുടെ ഒരു കൺവീനിയൻസ് അനുസരിച്ച് ഈ ഒരു ഏരിയ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇവിടെ റൂഫിൽ നോക്കിയാലും കാണാം മിഡിൽ പോർഷനിലായിട്ട് കുറച്ച് പ്രൊജക്ഷൻ കൊടുത്തിട്ട് അതിനകത്ത് LED സ്ട്രിപ്പുകളും വലിയ LED ബൾബുകളും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. കിച്ചന്റെ ഈ ഒരു ഡോർ തുറന്ന് നമ്മൾ നേരെ ഇറങ്ങുന്നത് വർക്ക് ഏരിയ സ്പേസിലേക്കാണ്. വളരെ ഭംഗിയായിട്ട് ഏകദേശം കിച്ചണോട് അടുത്ത് തന്നെ നിൽക്കുന്ന ഒരു വർക്ക് ഏരിയ സ്പേസ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. നല്ല രീതിയിൽ തന്നെയാണ് ഫ്ലോറിംഗ് ഒക്കെ ചെയ്തിരിക്കുന്നത്. ടോപ്പ് സ്ലാബ് വന്നിട്ട് ഇവിടെയാണെങ്കിലും ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. സറൗണ്ടിങ് ഏരിയാസ് ഒക്കെ നോക്കിയാൽ കാണാം ടൈല് വിരിച്ചിട്ടുണ്ട്. താഴെയൊക്കെ നിറയെ കബോർഡുകൾ നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. മുകളിലും സൈഡിലും എല്ലാം നല്ല ഭംഗിയായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. സൈഡിലൊക്കെ പോളി കാർബൺ ഷീറ്റ് ഉപയോഗിച്ചിട്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. 2 സൈഡിലും ഡോറ് കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്ന മെയിൻ സ്പേസ് കൂടാതെ നിങ്ങൾക്ക് കുറച്ചുകൂടി എക്സ്റ്റെൻഡ് ചെയ്ത് നോക്കിയാൽ കാണാം ഈ കാണുന്ന ഏരിയ എൻഡ് വരെ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് സാധനങ്ങൾക്ക് സ്റ്റോറേജ് സ്പേസ് നമുക്ക് ഈ ഒരു വർക്ക് ഏരിയയിൽ കിട്ടുന്നുണ്ട്. നമ്മളിപ്പോൾ കണ്ട ഈ ഒരു കിച്ചന്റെ സ്ഥാനം നോക്കുവാണെങ്കിൽ നോർത്ത് വെസ്റ്റ് ഭാഗത്തായിട്ടാണ് വരുന്നത്. വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് കിച്ചന്റെ സ്ഥാനം വരുന്നത്. താഴെയുള്ള എല്ലാം കണ്ടു. നമുക്കിനി മുകളിൽ എങ്ങനെയാണെന്ന് നോക്കാം. മുകളിലേക്കുള്ള സ്റ്റെപ്പ് കയറി നമ്മൾ ഈ ഒരു ഫസ്റ്റ് ലാൻഡിങ്ങിൽ എത്തുന്ന സമയത്ത് നോക്കിയാൽ കാണാം ഇവിടെയായിട്ട് നമുക്ക് 3 വിൻഡോസ് കിട്ടുന്നുണ്ട്. അത് കൂടാതെ നമ്മൾ കടന്നു വരുന്ന വഴികളിലെല്ലാം തന്നെ ഈ ഭാഗത്ത് ഹാൻഡ് റെയിൽസ് കൂടാതെ നമുക്ക് ഇവിടെയും കൈ പിടിച്ച് ജസ്റ്റ് കയറാനായിട്ട് മൾട്ടിവുഡ് കൊണ്ട് തന്നെ ഹാൻഡ് റെയിൽ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിനകത്തെല്ലാം തന്നെ ലൈറ്റ് ഫിറ്റിംഗ്സും കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ട് നിങ്ങൾക്ക് വലിയ റൗണ്ടിൽ ഒരു വിൻഡോ കാണാൻ പറ്റുന്നുണ്ട്. ഗ്ലാസ് കൊണ്ട് അത് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിരിക്കുകയാണ്. നമുക്ക് സൂര്യപ്രകാശം നല്ല രീതിയിൽ അകത്തേക്ക് വരുന്നത് മാത്രമല്ല നല്ല രീതിയിൽ എയർ പാസിങ്ങിനും അത് നമുക്ക് ഹെൽപ്ഫുൾ ആണ്. മുകളിൽ നിന്നും ഹാങ് ചെയ്തിട്ടിരിക്കുന്ന ലൈറ്റ് നിങ്ങൾക്ക് ഇപ്പോൾ കുറച്ചും കൂടി അടുത്ത് വിസിബിൾ ആണ്. വളരെ ഭംഗിയായിട്ടുള്ള ലൈറ്റ് സിസ്റ്റം തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി നേരെ മുകളിലേക്ക് വരുന്ന സമയത്ത് ഈ ഭാഗത്തായിട്ട് കൂടെ നമുക്ക് 3 വിൻഡോസ് കിട്ടുന്നുണ്ട്. നേരെ ഇവിടെ ഫസ്റ്റ് ഫ്ലോറിൽ വന്ന് നിൽക്കുമ്പോൾ ഒരു വലിയ ഹാളാണ്. ഞാൻ നിൽക്കുന്നതിന്റെ റൈറ്റ് സൈഡിലേക്കും ലെഫ്റ്റിലേക്കും ഒക്കെ ആയിട്ട് പരന്നു കിടക്കുന്ന വലിയൊരു ഏരിയ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്.
നമ്മൾ സ്റ്റെപ്പ് കയറി നേരെ വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ അപ്പർ ലിവിംഗ് ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഏരിയ ആണ്. ഇവിടെ ആയിട്ടാണ് നമുക്ക് ടി വി വെക്കാനുള്ള അറേഞ്ച്മെന്റ്സ് തന്നിരിക്കുന്നത്. മൾട്ടിവുഡ് കൊണ്ട് മുകളിലും താഴെയും ഒക്കെ ആയിട്ട് നല്ല രീതിയിൽ ഷെൽഫ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സൈഡിലായിട്ട് ചെറിയ 2 തട്ടുകൾ വെച്ചിട്ട് അവിടെ ഫ്ലവർ വൈസ് വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. സ്റ്റെപ്പ് കയറി നമ്മൾ നേരെ വരുന്ന സമയത്ത് ഇവിടെയായിട്ട് നമുക്കൊരു ഡോറ് കാണാം. ഇവിടുത്തെ യൂട്ടിലിറ്റി സ്പേസിലേക്കുള്ള എൻട്രൻസ് ആണ്. ഡോറിന്റെ പാറ്റേൺ വന്നിട്ട് ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടുത്തെ ടൈല് നോക്കിയാൽ കാണാം, കുറച്ച് ഡിഫറെന്റ് ആയിട്ട് ഭംഗിയായിട്ട് കളർഫുൾ ആയിട്ടൊരു ടൈലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതൊരു യൂട്ടിലിറ്റി റൂം ആണെങ്കിൽ പോലും കംപ്ലീറ്റ് ആയിട്ട് കോൺക്രീറ്റ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. സേഫ് ആയിട്ടാണ് ഇവിടുത്തെ വിൻഡോസ് എല്ലാം തന്നെ UPVC കവർ ചെയ്തിരിക്കുന്നത്. നമുക്ക് അത്യാവശ്യം സെർവന്റിനൊക്കെ ആയിട്ട് ഈ റൂം ഉപയോഗിക്കാൻ വേണ്ടി കൊടുക്കാവുന്നതാണ്. ഇവിടെയാണ് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള പൈപ്പ് കണക്ഷനും വേസ്റ്റ് വാട്ടർ ലൈൻ എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്ന് തുറക്കുന്ന ഡോറ് നേരെ മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് ആണ്. സൈഡിലൊക്കെ അതിന്റെ കവർ ചെയ്തിട്ടുണ്ട്. സ്റ്റെപ്പ് കയറി നേരെ മുകളിൽ ചെന്ന് കഴിഞ്ഞാൽ ഓപ്പൺ ടെറസ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. യൂട്ടിലിറ്റി സ്പേസ് കണ്ടു കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ ഇവിടുത്തെ ഒരു ഹാളിലേക്കാണ് വന്നിരിക്കുന്നത്. താഴെ നമ്മൾ 2 ബെഡ്റൂമുകളാണ് കണ്ടത്. മുകളിൽ നമുക്ക് 2 ബെഡ്റൂമുകൾ കാണാനുണ്ട്. മൂന്നാമത്തെ ബെഡ്റൂം ആണ് ഈ ഒരു ഭാഗത്ത് വരുന്നത്. ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂം ഇതാണെന്ന് പറയാം. ഏറ്റവും വലിയ ബെഡ്റൂം ഇതാണ്. ഇതിന്റെ സൈസ് നോക്കുവാണെങ്കിൽ 17-10 ഫീറ്റിലാണ് ഈ കാണുന്ന ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ട് വലിയ 3 വിൻഡോസും ഇവിടെ 2 സിംഗിൾ വിൻഡോസും ആണ് ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്തൊക്കെ നിങ്ങൾക്ക് കാണാം നല്ല ഭംഗിയായിട്ട് ഡെക്കറേറ്റീവായ വർക്കുകളാണ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ റൂഫിൽ നോക്കുമ്പോൾ നല്ല ഭംഗിയായിട്ടുള്ള വർക്കുകളും നല്ല ഹാങ്ങിങ് ലൈറ്റ്സിന്റെ കളർ കോമ്പിനേഷൻ ഒക്കെ നോക്കിയാൽ നല്ല ഭംഗിയായിട്ട് പിങ്ക് ആൻഡ് ഗ്രീൻ ഷെയ്ഡിലാണ് ഹാങ്ങിങ് ലൈറ്റുകൾ കൊടുത്തിരിക്കുന്നത്. LED സ്ട്രിപ്പുകളും LED ലൈറ്റുകളും ഒക്കെ കൊടുത്ത് വളരെ മനോഹരമായിട്ടാണ് റൂഫിലുള്ള വർക്കുകൾ ചെയ്തിരിക്കുന്നത്. നമുക്ക് മെയിൻ വാർഡ്രോബ് വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. വാർഡ്രോബിന്റെ കൂടെ തന്നെ ചെറിയൊരു ഡ്രസ്സിംഗ് ടേബിൾ ഫെസിലിറ്റി കൂടി നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. സെയിം കളർ കോമ്പിനേഷനിലാണ് വാർഡ്രോബുകളെല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. അത് കൂടാതെ നമുക്ക് മെയിൻ ആയിട്ടൊരു ഡ്രസ്സിംഗ് ടേബിൾ അഡീഷണൽ ആയിട്ട് ഇവിടെ വേറെയും കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് ഹാഫ് സർക്കിൾ ആയിട്ടുള്ള ഒരു മിറർ ഒക്കെ കൊടുത്തിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ PVC പാനലിങ്ങും LED സ്ട്രിപ്പുകളും കൊടുത്തിട്ടുണ്ട്. താഴെ നമുക്ക് ഇവിടെയൊക്കെ ഡ്രോ ഫെസിലിറ്റിയും കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെയാണ് ഈ ഒരു ബെഡ്റൂം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. നല്ല ഡിസൈനോട് കൂടിയ ടൈലാണ് വോളിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഫ്ലോറിൽ വന്നിട്ട് ബ്രൗൺ കളറിലുള്ള ഗ്രിപ്പോട് കൂടിയ ടൈലുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എല്ലായിടത്തും ഫിറ്റിംഗ്സ് ഒക്കെ ഹിന്ദുവെയറിന്റെ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നല്ല സൗകര്യത്തോട് കൂടിയിട്ടാണ് നമ്മളിപ്പോ കണ്ട 3 ബാത്റൂമുകളും ചെയ്തിരിക്കുന്നത്. മൂന്നാമത്തെ ബെഡ്റൂം കണ്ടതിന് ശേഷം നമ്മൾ വീണ്ടും ഇവിടുത്തെ ഒരു ഹാളിലേക്കാണ് വന്നിരിക്കുന്നത്. ഇവിടെയാണ് നമ്മൾ അപ്പർ ലിവിംഗ് സ്പേസ് കണ്ടത്. അതിനടുത്തായിട്ടാണ് ഫൈനൽ ആൻഡ് 4th ബെഡ്റൂം നമ്മൾ കാണാൻ പോകുന്നത്. ഡോറുകളുടെയൊക്കെ പാറ്റേൺ എല്ലായിടത്തും സെയിം തന്നെയായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂം നല്ല വലിയ അളവിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. 15-10 ഫീറ്റ് ആണ് ഈ ബെഡ്റൂമിന്റെ സൈസ് വരുന്നത്. നേരെ നോക്കുവാണെങ്കിൽ വലിയ വിൻഡോസ് നമുക്ക് കാണാം. അതുകൂടാതെ സൈഡിലായിട്ട് 2 സിംഗിൾ വിൻഡോസും ആണ് കൊടുത്തിരിക്കുന്നത്. റൂഫിൽ നോക്കുവാണെങ്കിൽ നല്ല രീതിയിലുള്ള വർക്കുകളും LED ലൈറ്റ് ഫിറ്റിംഗ്സും LED സ്ട്രിപ്പുകളും ഒക്കെ കൊടുത്ത് മനോഹരമായിട്ട് തന്നെയാണ് റൂഫ് ചെയ്തിരിക്കുന്നത്. വാർഡ്രോബുകൾ വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. എല്ലാത്തിന്റെയും സെയിം കളർ കോമ്പിനേഷൻ തന്നെയാണ് വരുന്നത്. ഇതിനോട് കൂടി വലിയൊരു ഡ്രസ്സിംഗ് ടേബിൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ കുറെ ഓപ്പൺ ഷെൽഫുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നല്ല ഫ്ലവേഴ്സ് ഒക്കെ അവിടെ വെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഭാഗത്താണ്. ഇവിടെ വർക്കുകളൊക്കെ തീർന്ന് ജസ്റ്റ് ഫിനിഷ് ആയി വന്നിരിക്കുന്നതുകൊണ്ട് കുറച്ച് ഐറ്റംസ് ഇവിടുന്ന് റിമൂവ് ചെയ്യാനുണ്ട്. അതൊക്കെയാണ് ബാത്റൂമിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. വൈറ്റ് കളർ ടൈലിൽ ചെറിയൊരു ഡിസൈൻ വരുന്നുണ്ട്. ലെങ്തി ആയിട്ട് നല്ല സൗകര്യത്തോടു കൂടി ഒരു ബാത്റൂം ആണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. 4 ബെഡ്റൂമുകളും ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ട് തന്നെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. നിങ്ങൾ കണ്ടതാണ്. തിരിച്ച് നമ്മൾ അഗൈൻ ഇവിടുത്തെ ഈ ഒരു ഹാളിലേക്ക് വരുന്ന സമയത്ത് ഒരു ഡോർ കൂടി നമുക്കിനി കാണാനുണ്ട്. ഇത് വന്നിട്ട് ഇവിടുത്തെ ബാൽക്കണിയിലേക്കാണ് ഓപ്പൺ ചെയ്യുന്നത്. ബാൽക്കണി നോക്കുവാണെന്നുണ്ടെങ്കിൽ നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റൈൽസ് ഒക്കെ നോക്കിയാൽ കാണാം വളരെ ഭംഗിയായിട്ടൊക്കെയാണ് കവർ ചെയ്തിരിക്കുന്നത്. താഴെ നിന്നുള്ള പില്ലറിന്റെ കണ്ടിന്യൂഷൻ ആണ് മുകളിലേക്ക് വരുന്നത്. ക്ലാഡിംഗ് സ്റ്റോൺസിന്റെ വർക്കുകളാണ്. മുകളിലൊക്കെ നോക്കിയാൽ കാണാം ഓപ്പൺ ആയിട്ടുള്ള സ്ക്വയർ ഷേപ്പിലും റൗണ്ട് ഷേപ്പിലും കൊടുത്തിരിക്കുന്നുണ്ട്. അതിനകത്തൊക്കെ ഗ്ലാസ് ആണ് ഇട്ടിരിക്കുന്നത്. അതുകൂടാതെ ചെറിയ LED ബൾബുകളൊക്കെ കൊടുത്ത് ഭംഗിയായിട്ടാണ് റൂഫ് ചെയ്തിരിക്കുന്നത്. 10ഓളം വില്ലകൾ വരുന്ന ഒരു വില്ല പ്രൊജക്ട് ആണ് നിങ്ങൾ ഇന്ന് പരിചയപ്പെട്ടത്. ഇതിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് നോക്കുവാണെന്നുണ്ടെങ്കിൽ എറണാകുളം ജില്ലയില് കാക്കനാടിന് വളരെ അടുത്താണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. ഇൻഫോ പാർക്കിലേക്കൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് എത്താവുന്നതാണ്. നിങ്ങൾ ആദ്യമേ തന്നെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കേട്ടതാണ്. 6 കിലോമീറ്റർ ഒക്കെയാണ് ഇൻഫോ പാർക്കിലേക്ക് വരുന്നത്. അതുകൂടാതെ നമുക്ക് സീപോർട്ട് എയർപോർട്ട് റോഡിലേക്ക് എളുപ്പത്തിലെത്താം. എല്ലാ സൗകര്യങ്ങളും വീടിന് തൊട്ടടുത്ത് തന്നെയായിട്ടാണ് ഉള്ളത്. വീടിന്റെ ഡീറ്റെയിൽസ് നോക്കുവാണെന്നുണ്ടെങ്കിൽ
4 സെന്റ് സ്ഥലത്ത് 2000 സ്ക്വയർ ഫീറ്റിൽ 4 ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബെഡ്റൂമുകളോട് കൂടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. എക്സ്ട്രാ നമുക്കൊരു യൂട്ടിലിറ്റി സ്പേസും നല്ല വലിയൊരു വർക്ക് ഏരിയ സ്പേസും ഇവിടെ കിട്ടുന്നുണ്ട്. 4 സെന്റ് ലാൻഡിൽ 2000 സ്ക്വയർ ഫീറ്റിൽ 4 BHK ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ട് ചെയ്തിരിക്കുന്ന ഈ വീട്ടില് 2 വെഹിക്കിൾസ് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കിട്ടുന്നുണ്ട്. ഡ്രിങ്കിങ് വാട്ടറിനായിട്ട് നല്ല ആഴത്തിലുള്ള കിണർ, ശുദ്ധജലം ലഭിക്കുന്ന കിണറുമാണ് നമുക്ക് ഇവിടെ ഉള്ളത്. എല്ലാ സൗകര്യങ്ങളുമുള്ള ഈ ഒരു വീട്ടില് റോഡിന് വളരെ അടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. ബസ് റൂട്ട് നമുക്ക് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാവുന്ന സ്ഥലത്താണ്. ഓണർ ഈ വീടിന് ചോദിക്കുന്ന പ്രൈസ് 98 ലക്ഷം രൂപയാണ്. 98 lakhs എന്നുള്ള ഇതിന്റെ പ്രൈസ് തീർച്ചയായിട്ടും നെഗോഷ്യബിൾ ആണ്. വീട് കണ്ട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ഓണറുമായിട്ട് നേരിട്ടിരുന്ന് സംസാരിച്ച് നിങ്ങൾക്കും ഓണർക്കും കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു പ്രൈസിലേക്ക് നെഗോഷിയേറ്റ് ചെയ്തെത്തി വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ്. ഈ കാണുന്ന വീട് നിങ്ങൾക്ക് ലോൺ വ്യവസ്ഥയിൽ സ്വന്തമാക്കണമെങ്കിൽ ഏത് ബാങ്കിൽ നിന്ന് വേണമെങ്കിലും ലോൺ അറേഞ്ച് ചെയ്ത് തരാനും മാർബിൾ ഹോംസ് എപ്പോഴും റെഡിയാണ്. ഇന്ന് തന്നെ വിളിച്ചിട്ട് നിങ്ങളുടെ അപ്പോയിന്റ്മെന്റ് മാർബിൾ ഹോംസുമായിട്ട് ബുക്ക് ചെയ്യുക. മാർബിൾ ഹോംസിനോടൊപ്പം വീടുകൾ കാണാൻ വരുമ്പോൾ വളരെ സേഫ് ആയ ഒരു ജേർണി ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പൊ വീട് ഇഷ്ടപ്പെട്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് വിളിക്കുക. ഇതുപോലുള്ള മനോഹരമായ വീടുകളുടെ വിശേഷങ്ങളുമായി മാർബിൾ ഹോംസിലൂടെ ഇനിയും കാണുന്നതുവരേക്കും എല്ലാവർക്കും ബൈ.